പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. യോഹന്നാൻ 7:37 യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ ദൈവത്തിൽ നിന്ന് വരം ലഭിക്കണം. ലൂക്ക 8:10 യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെയാണ് നൽകപ്പെടുന്നത്. തുടർന്ന് യേശു പറഞ്ഞു, വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അവരാണ് വഴിയരികിൽ വീണ വിത്ത്. നമ്മുടെ ഹൃദയത്തിൽ വചനം ഇല്ലാത്തതാണ് നമ്മുടെ എല്ലാ പരാജയങ്ങളിലെയും കാരണം. വചനം പിശാച് എടുത്തു കളയുകയാണ്. നാം രക്ഷപ്പെടാതിരിക്കണം എന്നാണ് പിശാചിൻ്റെ ലക്ഷ്യം. പിശാച് നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും പേരും പ്രശസ്തിക്കും ലോകത്തിൻ്റെ കയ്യടികൾക്കും ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരികയാണ്. നാം ലൗകിക മനുഷ്യരായി മാറുകയാണ്. അപ്പോൾ ജോയൽ 2:28 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന്. എന്തിനു വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്? ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തി നമ്മെ കീഴ്പ്പെടുത്താതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം. മനുഷ്യരായ നമുക്ക് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ അവർക്ക് നന്മകൾ ചെയ്യുവാനോ പ്രയാസമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നന്മകൾ ചെയ്യുവാനും ഉള്ള ശക്തി നമുക്ക് ലഭിക്കും. ദൈവത്തോട് നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന സ്വർഗീയ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നാം ശക്തി പ്രാപിക്കുന്നത്. യേശുവിന് സാക്ഷികളായി ജീവിക്കുവാൻ സാധിക്കുന്നതും അപ്പോൾ മാത്രമാണ്. യേശു പറഞ്ഞ വചനങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളും എല്ലാം നമ്മെ ഓർമ്മയിൽ കൊണ്ടുവന്ന് തരുന്നതും പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 14:26 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.